വാടാ വേഗം വാ. എന്ത് നോക്കിക്കോ വാടാ. ആ മേടിച്ചിട്ട് പോ. അവനെ പറഞ്ഞു വിട്ടല്ലോ അല്ലേ? ചേട്ടാ ഡാ അവരല്ലേ ഇവര്? അതെ. നീ പോയത് വാങ്ങിയിട്ട് അവരെ ഇങ്ങോട്ട് വിട്. ഹലോ, നിങ്ങൾ രണ്ടുപേരും ചേട്ടൻ വിളിക്കുന്നു. അതിങ്ങനെ തന്നിട്ട് പോ. വാടോ ഇരിക്കേ. നിങ്ങൾ വല്ലതും കഴിച്ചോ? ചേട്ടാ പോയി വെള്ളം കൊണ്ടുപോടാ. ശരി ചേട്ടാ. കഴിക്കേ, മടിക്കാതെ കഴിക്കേ. നിങ്ങളല്ലേ കൗൺസിലറെ തട്ടിയത്? ആദ്യത്തെ എടുപ്പ് തന്നെ വലിയ തലയാണല്ലോ എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്താ കൂലിക്ക് ചെയ്താണോ? അങ്ങനെയൊന്നും അല്ല. വേറെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ? അല്ല. പിന്നെന്താ ദേഷ്യം കൊണ്ട് ചെയ്താണോ? വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ചെയ്തതാ. നമ്മുടെ നാട്ടുകാരെ വേണ്ടപ്പെട്ടവർക്ക് നേരെ കത്തിയെടുക്കുള്ളൂ. എന്താടോ സാറേ, നമ്മുടെ ആളാ. എന്താടാ ഇത്ര നാൾ ഞങ്ങളെ കാണാൻ പറഞ്ഞ്? ആ ബാസി എവിടെ പോയി കിടക്കടാ? അല്ല രമണ, അമ്മയും കൊണ്ട് വെക്കോ, ഞാൻ പുറകെ കുറെ നേരമായല്ലോ. എന്നിട്ട് പോടാ. എടാ നീ താഴെ പോയി നിൽക്ക്. വക്കീലിപ്പോ വാദിക്കാൻ പോവാ. വിഷമിക്കണ്ട, എല്ലാ കാര്യം ഞാൻ ഭംഗിയായി നടത്തിത്തരാം. രമണൻ, അരവിന്ദൻ. നേതാവ് പരമേശ്വരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിൽ കീഴടങ്ങിയ അരവിന്ദനെയും രമണനെയും 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഈ കോടതി ഉത്തരവാകും. നീ ഇതുവരെ എവിടെ ആയിരുന്നു? രമണൻ ദേഷ്യപ്പെട്ടിരിക്കുക. ഞാൻ എത്ര തവണ പറഞ്ഞതാ, രണ്ടുപേരും പറഞ്ഞത് കേട്ടില്ലല്ലോ. അമ്മ വിഷമിക്കാതെ, ഞങ്ങൾ വേഗം തിരിച്ചു വരും. കാര്യങ്ങൾ എന്താടാ? അവൻ നമ്മൾ ചതിക്കായിരുന്നു രമണ. അവൻ നമ്മൾ ശരിക്കും വഞ്ചിച്ചു. എന്താണ് പറയുന്നത്? സംഭവം നടക്കുന്ന സമയത്ത് മനോഹരൻ ആശുപത്രി പോയി അഡ്മിറ്റ് ആയെന്ന് എല്ലാരും പറഞ്ഞു. സോമനാണെങ്കിൽ സീറ്റിന് വേണ്ടി മദ്രാസിൽ പോയിരിക്കുന്നെന്ന്. വീട്ടിൽ പോയി നോക്കിയപ്പോ കുടുംബത്തോട് കുറ്റാലം പോയിരിക്കാന്നും പറയുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല രമണ. ഒരു കാര്യം ചെയ്യ്, ഈ ആഴ്ച നീ എന്നെ ജയിലിൽ നിന്ന് കാണും, അന്നേരം പറയാം. ഞാൻ കാണാം. എടാ, നീ പോലീസിന്റെ അടുത്ത് നടന്നൊന്നും പറഞ്ഞേക്കരുത്. അതെ 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 അതെ, അമ്മാവ നിങ്ങൾ കേട്ടതൊക്കെ ശരി തന്നെയാ. ചേട്ടനല്ലാതെ ആ സ്ഥാനത്തേക്ക് വേറെ ആരുണ്ട്? നാളെ കാലത്ത് വരും. സ്വീകരണത്തിലുള്ള പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് നടക്കണ്ട്. ആര്? ചേച്ചിയാ? അവര് സന്തോഷം കൊണ്ട് മതിമറന്ന് നടക്കുക. പിന്നല്ലാതെ മേയറുടെ ഭാര്യയല്ലേ. ഞാൻ കൊടുക്കാം. ചേച്ചി, അമ്മാവനാ. അച്ഛാ, അതെ അച്ഛാ, നാളെ വരുമ്പോ അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ട് വരണേ. മരുമോ നല്ല ആളായി വരുന്നത് കാണണ്ടേ. നമ്മളെ മണ്ടന്മാരാക്കിയല്ലോടെ രമണ. അതിപ്പം പറഞ്ഞിട്ട് നിനക്കല്ലായിരുന്നു വലിയ ധൃതി. എന്തേ അപ്പൊ നിനക്കൊരു വാക്ക് പറഞ്ഞൂടെ? അതിന് എന്നെ പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അവൻ നമ്മളെല്ലാം ഒന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ നീ അത് ഏറ്റു പറയുകയും ചെയ്തു. നീ എന്നോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഞാൻ പറഞ്ഞോട്ട് നീ കേൾക്കത്തുമില്ല. മനുഷ്യന് 1 ലക്ഷ്യമാണെ കുഴപ്പമില്ലായിരുന്നു. നിനക്ക് പ്രേമത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഉണ്ടായിരിക്കും രമണ, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പോലീസ് കസ്റ്റഡിയിലെല്ലാം തുറന്നു പറയാന്ന്. നീയല്ലേ പറഞ്ഞത് വേണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു. അവന്മാര് വലിയ ബുദ്ധിമാന്മാരൊന്നും ആവണ്ട. ഇപ്പൊ ഞാൻ വിചാരിച്ചാലും പോലീസിൽ പറഞ്ഞ് പിടിപ്പിക്കാൻ പറ്റും. അവൻ നമ്മളെപ്പോലെ മണ്ണനാണെന്ന് കരുതിയല്ലേ? നമ്മളെ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയില്ലേടാ. അത് മനസ്സിലാക്കാതെ വലിയ പുള്ളിയെ പോലെ സംസാരിക്കുന്നു. എന്താ ഇത്? വരുമ്പോൾ കൂട്ടുകാരായിട്ട് വന്നിട്ട് പോകുന്ന മുമ്പ് ശത്രുക്കളാവും തോന്നുന്നല്ലോ. നിസ്സാര കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ കൊല ചെയ്തിട്ട് ഏതോ ചീറ്റിംഗ് കേസിലകത്ത് വന്ന പോലെയല്ലേ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ? ഞങ്ങളിവിടെ ജാമ്യത്തിൽ എടുക്കാൻ പോലും ആളില്ലാതിരിക്കുക. അപ്പോഴാ നിങ്ങൾ എന്തായി പറയുന്നത്? ജാമ്യം എടുക്കാൻ ആളില്ലെന്നോ? നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം.
അല്ല പോലീസിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പോലീസുകാരുടെ അടുത്ത് തുണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പോലീസുകാരുടെ അടുത്ത് തുണിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ചെന്ന് വാങ്ങിക്കണം. അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന വിഷമാവെന്ന് കരുതിയാ കൊണ്ടുവരാഞ്ഞേ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചു. അമ്മയോട് വിഷമിക്കരുതെന്ന് പറയണം. എടാ രമണ, പിന്നെ മറ്റവന്റെ കുടുംബമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അവരൊക്കെ വീട്ടിലുണ്ട്. രമണ, അവനെ ഇങ്ങ് വന്നേ. ദാ, അങ്ങോട്ട് വാ. എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് വാടാ. ചേച്ചി ഒന്ന് മാറിക്കേ. ഈ വരുന്നവരാ രമണനും അരവിന്ദനും. ഇങ്ങോട്ട് വാ. ഇത് രതീഷ്, ഇത് രാജൻ. ചേട്ടാ, ഇവന്റെ പേരാ ഭാസി. നമസ്കാരം ചേട്ടാ. ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ വക്കീലിനോട് പറഞ്ഞ് ജാമ്യം എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്കണം. വിവരങ്ങളൊക്കെ ബാസി അങ്ങോട്ട് കൊണ്ടുപോയി പറഞ്ഞാ കേട്ടല്ലോ. വേണ്ടപ്പെട്ട പറഞ്ഞ പോലെ അമ്മയെ ആശ്വസിപ്പിക്കേ. നിങ്ങൾ വിഷമിക്കണ്ട. നമ്മുടെ വക്കീൽ വരുന്നനാ, ജാമ്യം കിട്ടും, പേടിക്കണമെന്ന് പറഞ്ഞില്ലേ. എന്താടാ, ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട് എന്നൊക്കെ മറന്നുപോയോ? അതോ അവളെ വിചാരിച്ചിട്ടാണോ? അയ്യോ ഇല്ല രമണ. എങ്കി വാ, അവനെ പൊക്കാം. രമണ, ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ. ആ 3 പേരിൽ ആരെ കിട്ടിയാലും തീർക്കാം. അതാ വേണ്ടത്. വേണ്ടടാ രമണ, പറഞ്ഞില്ലേ വേണ്ട. വേണ്ടടാ, പറയുന്നത് ദയവായി. രമണ, നീ ഇനി വീണ്ടും ജയിലിൽ പോകാനുള്ള പരിപാടി. വേണ്ടടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അതെ, സുബ്രഹ്മണ്യപുരത്ത് എന്തോ പ്രശ്നം നടക്കുക. എവിടെയാണെന്ന് പറ. മേയറുടെ വീടിനടുത്ത്. നിങ്ങളാരാ? ഹലോ ഹലോ. അയ്യോ മോനെ, മൂടി വരണേ. മച്ചിന്റെ മുകളിലേക്ക് ആരോ ചാടി കയറുന്നു. എവിടാ ഇരിക്കുന്നേ? ഇറങ്ങി വാടാ വെളിയില്. പുറത്ത് വാടാ. എവിടാ പോയിരിക്കുന്നേ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി റൗണ്ട് നടത്തുന്നു. ഇറങ്ങി വാടാ. നീ അവനെ കണ്ടടാ. ഇന്നവൻ രക്ഷപ്പെട്ടു. വെച്ചിട്ടുണ്ടടി നിന്റെ കൊച്ചന്. വാടാ. എന്താ സാറേ ഇത്? ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ എങ്ങാണ്ടുള്ള വായു നോക്കൾ വെറുതെ ഫോൺ വിളിച്ച് വരട്ടുക. അത് മാത്രമാണോ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളെയും കൂടെ പേടിപ്പിക്കുക? പോലീസ് ഇതൊന്നും ചോദിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാ ഭാര്യയും മക്കളെയും വീട്ടിലാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും എന്താണോ ചെയ്യുന്നത്? ഒരു VIP സംരക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? സാറിൻ്റെ വീടിന് ഉടനെ പ്രൊട്ടക്ഷൻ വേണം. സംശയം തോന്നുന്നവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം. വളരെ നന്ദിയുണ്ട് സാർ. എനിക്കങ്ങനെ ശത്രുക്കളാരുമില്ല. ഒരുപക്ഷെ ഞാൻ ഈ പദവിയിലിരിക്കുന്ന കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതാണ്. അപ്പം ഞാൻ വരട്ടെ സാർ. ആയിക്കോട്ടെ, വരട്ടെ സാർ. അത് നന്നായി പൊതുവായിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുത്തത്. ഇനി ആ പിള്ളേരുടെ പേര് പറഞ്ഞ് നമ്മളെങ്ങനെ ഒരു ഒറ്റ കൊടുത്താലെന്ന് ഞാൻ പേടിച്ചു പോയി.